വെൽക്കം ടു മെട്രോ മാറ്റിനി ന്യൂസ്. കേരളത്തിൽ കോളിളക്കം സൃഷ്ടിച്ച സംഭവമായിരുന്നു കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട സംഭവം. നീണ്ട 7.5 വർഷത്തിനു ശേഷം കേസിലെ ഒന്നാം പ്രതി പൾസർ സുനി ജാമ്യം ലഭിച്ചു പുറത്തിറങ്ങിയിരുന്നു. നടി ആക്രമിക്കപ്പെട്ട കേസിലെ വിചാരണ നടപടികൾ അവസാന ഘട്ടത്തിലേക്ക് കടന്നപ്പോൾ നടൻ ദിലീപും കേസിലെ ഒന്നാം പ്രതി പൾസർ സുനി വീണ്ടും നേർക്കുനേർ. കേസിലെ രണ്ടാം ഘട്ട വിചാരണ നടപടികൾ ആരംഭിച്ചപ്പോഴാണ് ഇരുവരും ഉൾപ്പെടെയുള്ള പ്രതികൾ കഴിഞ്ഞ ദിവസം കോടതിയിൽ ഹാജരായത്. പ്രതികളെ കോടതി നേരിട്ട് വിസ്തരിക്കുന്നത് കഴിഞ്ഞ ദിവസം മുതൽ ആരംഭിക്കുകയായിരുന്നു. അടച്ചിട്ട കോടതി മുറിയിലാണ് നടപടിക്രമങ്ങൾ. പ്രതികളുടെ വിസ്താരം പൂർത്തിയായാൽ കേസുമായി ബന്ധപ്പെട്ട വാദം കേൾക്കലിലേക്കും തുടർന്ന് വിധിയിലേക്കും പോകും. നവംബറിൽ തന്നെ കേസിൽ അന്തിമ വിധി വരാനും സാധ്യതയുണ്ട്. 2017 നടന്ന കേസിൽ 7.5 വർഷത്തിനു ശേഷം ഈ മാസം 20-നാണ് പൾസർ സുനി ജാമ്യത്തിൽ ഇറങ്ങിയത്. സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചതോടെയാണ് ഇത്. നേരത്തെ കേസിന്റെ വിചാരണ നടപടികൾ നടക്കുന്ന സമയങ്ങളിൽ പോലീസ് അകമ്പടിയോടെയാണ് പൾസർ സുനി കോടതിയിൽ എത്തിയിരുന്നത്. എങ്കിൽ ഇന്നലെ സ്വതന്ത്രനായാണ് അദ്ദേഹം എത്തിയത്. ഇതുവരെ ജയിലിൽ നിന്നും പോലീസ് കോടതിയിൽ ഹാജരാക്കിയിരുന്ന ഒന്നാം പ്രതി പൾസർ സുനി ജാമ്യം ലഭിച്ചതിനാൽ സ്വന്തം വീട്ടിൽ നിന്നാണ് കോടതിയിലേക്ക് എത്തിയത്. പ്രതികളെ നേരിട്ട് ചോദ്യം ചെയ്യുമെന്ന് അറിയിച്ചതിനാൽ നടൻ ദിലീപ് അടക്കമുള്ള പ്രതികൾ കോടതിയിൽ നേരിട്ട് ഹാജരാവുകയായിരുന്നു. 5-ാം പ്രതി സലീം, 7-ാം പ്രതി ചാർലി എന്നിവർ ഇന്നലെ ഹാജരായില്ല. നേരത്തെ കുറ്റപത്രം വായിച്ചു കേൾക്കുന്ന സമയത്ത് ദിലീപും പൾസർ സുനിയും ഒന്നിച്ച് കോടതി മുറിയിലെത്തിയിരുന്നു. ഇന്നലെ കോടതി മുറിക്കുള്ളിൽ കേസിലെ 13 പ്രതികളിൽ 12 പേരും ഹാജരായി എന്നാണ് വിവരം. 5-ാം പ്രതിക്ക് വ്യക്തിപരമായ അസൗകര്യം നിമിത്തം ഹാജരാകാൻ സാധിച്ചില്ലെന്നാണ് റിപ്പോർട്ട്. നേരത്തെ കേസിലെ വിചാരണ ഘട്ടത്തിൽ പ്രോസിക്യൂഷൻ സാക്ഷികളെയും അന്വേഷണ ഉദ്യോഗസ്ഥരെയും കോടതി വിസ്തരിച്ചിരുന്നു. ഇതിന് പിന്നാലെ പ്രതിഭാഗം സാക്ഷികളുടെ വിസ്താരവും കഴിഞ്ഞ സാഹചര്യത്തിലാണ് ഇന്നലെ മുതൽ പ്രതികളുടെ വിസ്താരം ആരംഭിച്ചത്. ഷൂട്ടിങ്ങിന് ശേഷം തിരികെ വരികയായിരുന്ന നടിയുടെ കാറിന് പിന്നിൽ വാഹനമെടുപ്പിച്ചു നിർത്തുകയും അതിക്രമിച്ചു കയറി ലൈംഗികമായി ആക്രമിക്കുകയും ഇതിന്റെ ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തുവെന്നാണ് കേസ്. നടൻ ദിലീപ് കേസിൽ 8-ാം പ്രതിയാണ്. പ്രോസിക്യൂഷൻ ഹാജരാക്കിയ തെളിവുകളും സാക്ഷിമൊഴികളും പ്രകാരം പ്രതികളോട് കോടതി ചോദ്യങ്ങൾ ചോദിക്കുന്ന ഘട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആകെ 10 പ്രതികളാണ് കേസിലുള്ളത്. പ്രതികളെ കേട്ടതിനു ശേഷം അടുത്ത ഘട്ട വിചാരണയിലേക്ക് കോടതി കടക്കും. അടച്ചിട്ട മുറിയിലാണ് വിചാരണ നടപടികൾ നടക്കുന്നത്. ഇന്നും പ്രതികളെ വിസ്താരം തുടരും. കേസിൽ നിലവിൽ പ്രോസിക്യൂഷൻ സാക്ഷികളെ വിസ്തരിക്കൽ മാത്രമാണ് പൂർത്തിയാക്കിയിട്ടുള്ളത്. പ്രതിഭാഗം സാക്ഷികളെ വിസ്താരവും നടക്കാനുണ്ട്. ഇതിനിടെയാണ് കേസിലെ മുഖ്യപ്രതി പൾസർ സുനിക്ക് ജാമ്യം ലഭിച്ചത്. അതിനിടെ കേസിലെ ദൃശ്യങ്ങൾ പകർത്തിയ മെമ്മറി കാർഡ് അനധികൃതമായി തുറന്നു പരിശോധിച്ചതുമായി ബന്ധപ്പെട്ട അതിജീവിതയുടെ ഹർജിയിൽ തടസ്സവാദം ഉന്നയിച്ച ദിലീപിനെതിരെ കഴിഞ്ഞ ദിവസം ഹൈക്കോടതി രംഗത്തെത്തി. നടിയുടെ ഹർജിയിൽ സംസ്ഥാന സർക്കാർ എതിർപ്പ് അറിയിച്ചിട്ടില്ല എന്നിരിക്കെ 8-ാം പ്രതിക്ക് എന്താണ് ഇത്ര എതിർപ്പെന്ന് ഹൈക്കോടതി ചോദിച്ചു. മെമ്മറി കാർഡ് പരിശോധിച്ചതിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തണമെന്ന നടിയുടെ ഹർജിയിലെ അന്തിമ വാദത്തിനിടെയായിരുന്നു ഹൈക്കോടതിയുടെ ചോദ്യം. അതിജീവിതയുടെ ഹർജി ദിലീപിന്റെ താൽപര്യം എന്താണ് എന്നും കോടതിയുടെ കസ്റ്റഡിയിലിരിക്കെ ദൃശ്യങ്ങൾ പകർത്തിയ മെമ്മറി കാർഡ് അനധികൃതമായി പരിശോധിച്ചു എന്ന കേസിൽ കോടതിയും അതിജീവിതയുമാണ് കക്ഷികൾ എന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. അന്വേഷണ റിപ്പോർട്ട് 8-ാം പ്രതിയായ ദിലീപിനെ ബാധിക്കുന്നതല്ല എന്നും ഹൈക്കോടതി വ്യക്തമാക്കി. മെമ്മറി കാർഡിന്റെ അന്വേഷണം നടിയെ ആക്രമിച്ച കേസിന്റെ വിചാരണയെ ബാധിക്കുമെന്നായിരുന്നു ദിലീപിന്റെ അഭിഭാഷകന്റെ വാദം. എന്നാൽ കോടതി ഇത് അംഗീകരിച്ചില്ല. മെമ്മറി കാർഡിലെ മാറ്റം വരുത്തിയത് താങ്കളാണ് എന്ന് ഹർജിക്കാരി പരാതിയിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് കോടതി ചോദിച്ചു. എന്നാൽ പ്രത്യക്ഷമായി അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിലും പരോക്ഷമായി തന്റെ കക്ഷിയുടെ മേൽ പഴിചാരുകയാണെന്നാണ് ദിലീപിന്റെ അഭിഭാഷകൻ പറഞ്ഞത്. എന്നാൽ പരാതിക്കാർ നൽകിയ ഹർജിയിൽ ദിലീപ് എതിർകക്ഷിയല്ല എന്നും ഹർജിയിൽ ദിലീപ് പിന്നീട് കക്ഷി ചേരുകയായിരുന്നുവെന്നും കോടതി ചൂണ്ടിക്കാട്ടി. ഹർജിയിൽ വാദം പൂർത്തിയായതോടെ വിധി പറയാനായി ഹൈക്കോടതി മാറ്റിയിരിക്കുകയാണ്.